ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാത്രിയിലെ ഫുഡ് കഴിക്കലും പാത്രം കഴുകലും പിന്നെ മക്കളെ ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ടൈമല്ലേ. അപ്പോൾ ആ സമയത്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊക്കെ ചെയ്യുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പിറ്റേന്നൊക്കെ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം. ഒന്നൊക്കെ നമുക്ക് റൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. അടിച്ചു വരി തുടയ്ക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം റൂമൊന്നും വലിയ വൃത്തികേടൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുള്ളത്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ലഞ്ച്, സ്നാക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ഈസി ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാൻ പോവാണ് പിന്നത്തേക്കുള്ള. പിന്നെ ഇതിൽ ഞാൻ 2 റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ കായപ്പത്തിൻ്റെ റെസിപ്പിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങ വെള്ളം അങ്ങനെയൊന്നും ചേർക്കാത്ത ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ. അരി പോലും അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു നോക്കാം. കൂടാതെ 1-2 ടിപ്സും കാര്യങ്ങളും അതും പറയുന്നുണ്ട് കേട്ടോ. ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അതായത് എന്തായാലും അപ്പോഴേ ചെയ്യേണ്ട ആൾക്കാർ, വീട്ടിൽ പ്രായമായ ആൾക്കാരുള്ളവരൊക്കെ അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ഇത് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെറിയ മക്കൾ മാത്രമുള്ളവർ, അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകാനുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നുകൂടി ഈസി ആവും കേട്ടോ കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും ചെറിയൊരാളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ പിറ്റേന്ന് കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്സും ഷെയർസൊക്കെ വളരെ കുറവാണ്, വ്യൂസും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്താലൊക്കെയാണ് നമ്മളെ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാണുന്നവരൊക്കെ ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് താഴെ ഒരു സ്മൈലി എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ സജഷൻസൊക്കെ പറയാം. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസൊക്കെ ആണ് കാണാൻ താല്പര്യം. എല്ലാവർക്കും വ്ളോഗ് കാണാൻ താല്പര്യം ഉണ്ടാവില്ല, എല്ലാവർക്കും കുക്കിംഗ് അതുപോലെ തന്നെ നമ്മളെ റെസിപ്പി വീഡിയോസ് മാത്രമായിട്ട് കാണാനും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ആക്കിയിട്ടിടുന്നത്. ചില ദിവസം റെസിപ്പീസ് മാത്രം, ചില ദിവസം വ്ളോഗ് പോലെ അങ്ങനെയൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസും കൂടിയൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യുമല്ലോ, ആ സമയത്ത് കണ്ട ഒരു റെസിപ്പിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വെള്ളപ്പം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. ഞാൻ ഒരിക്കലും അരി അരച്ചിട്ടുള്ള ഒറിജിനൽ വെള്ളപ്പം ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കായപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കാണിക്കുന്നത്. കുറേ കാലമായി കായപ്പം ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തലേന്ന് തന്നെ മാവ് കൂട്ടിയേക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ മറന്നു പോകും. അപ്പോൾ ഇന്ന് ഇതെല്ലാം കാണിക്കാമെന്ന് വെച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് മൈദയിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കുറച്ച് ചെറിയ ജീരകം, കുറച്ച് നമ്മളെ അപ്പക്കാരം, അപ്പസോഡ എന്നൊക്കെ പറയും, അതും കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ടും നല്ല ലൂസായിട്ടും അല്ല കുഴയ്ക്കുന്നത്, ഒരു മീഡിയം പരുവത്തിൽ. നമ്മൾ ദോശമാവിനേക്കാളും ടൈറ്റായിട്ടും എന്നാൽ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അങ്ങനെയല്ല കേട്ടോ. അതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ കുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 3/4 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ്, വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. 3/4 കപ്പ് റവയും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. റവ കുറച്ച് വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാക്കൊത്താട്ടോ. ഇത് ഞാൻ നമ്മളിവിടെ കൊട്ടഞ്ഞ തേങ്ങ എന്ന് പറയും, എന്താ പറയുക, ഈ ചിരട്ടയിൽ നിന്ന് വിട്ടിട്ടുള്ള തേങ്ങ പൊട്ടിച്ചപ്പം അത് ഞാനിതുപോലെ തേങ്ങാക്കൊത്താക്കി മുറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാട്ടോ. അതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിടാം. അതുപോലെ ബീഫ് കടലക്കറിക്കൊക്കെ ഇടാമല്ലോ. അപ്പോൾ അതൊരു ടിപ്പാട്ടോ. അങ്ങനെയുള്ള തേങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഫ്രീസറിലായതുകൊണ്ട് കേടാവാണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാനിത് അടച്ച് മാറ്റി വെക്കുകയാണേ. അപ്പോൾ ഇത് പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും തലേന്ന് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ 1-2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തലേന്ന് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഞാൻ വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ.
പിന്നെ ഞാൻ അതേ കപ്പ് തന്നെ 1/4 കപ്പ് അളവിൽ അവലാണ് എടുത്തത്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് എന്തായാലും വെക്കാം. അവലാന്ന് വെച്ചിട്ട് ടൈം കുറയ്ക്കണം കേട്ടോ, നല്ലോണം പൊതിർന്നോട്ടെ. വെള്ളം അവലെടുക്കുകയാണെങ്കിൽ വെള്ളപ്പത്തിന് ഒന്നുകൂടി വെള്ള കളർ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ എൻ്റെത് വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചോപ്പ് അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ മട്ട അവലും കൂടി ആകുമ്പോൾ ചെറിയ രീതിയിലൊരു പിങ്ക് കളർ ഉണ്ടാവും കേട്ടോ. ഇനി സാധാരണ നമ്മൾ നീർദോശക്കൊക്കെ പൊടി വെച്ചിട്ട് കുഴയ്ക്കുന്ന അതുപോലെ തന്നെ മാവൊന്ന് ദോശമാവ് പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. ആദ്യം വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അവൽ എന്തായാലും 15 മിനിറ്റ് തന്നെ കുതിരാൻ വെക്കട്ടോ. കാരണം അത് നന്നായിട്ട് കുതിർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതിൽ തരിതരി പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ്. ഈ വെള്ളപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കട്ടോ. അരിപ്പൊടി വെച്ച് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് സൈഡ് ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പം തന്നെ കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ ഈ അവലൊന്ന് നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അതേ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കട്ടോ. വെള്ളം കുറച്ചിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഇതിൽ നിന്നുള്ള മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മാവിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കട്ടെ. നല്ല മധുരം വേണ്ടവർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണോളം ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. സാധാ ഈസ്റ്റ് ചേർക്കുന്നവർ ഫെർമെൻറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തവി വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് നമ്മൾ ദോശ ഇഡ്ലിക്കുള്ള മാവ് അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പുളിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഒന്നും കൂടി പുളിച്ചിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോളെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും റമദാനിന് വേണ്ടിയിട്ടുള്ള ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ തിരക്കിലാവില്ലേ. നോർമൽ ജനലും വാതിലൊക്കെ എല്ലാവരും തട്ടുന്നതായിരിക്കും, പക്ഷേ പലരും ശ്രദ്ധിക്കാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിങ്കിനും വേണം അത്യാവശ്യം നല്ലൊരു ഡീപ്പ് ക്ലീനിങ്. അത് 6 മന്ത്സ് കൂടുമ്പോഴൊക്കെ എന്തായാലും നമ്മൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്കും അത്യാവശ്യം കറ പിടിച്ച പോലെ ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പം എനിക്കിപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, പുതിയ സിങ്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഡീപ്പ് ക്ലീനിങ് ആണെന്ന് കരുതിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണത്. ഞാൻ സിഫ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹാർഡ് ക്ലീനറാണ്. അപ്പോൾ അത് പിങ്ക് സ്റ്റഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിട്ടാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സിഫ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിങ്ക് സ്റ്റഫ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സെബീന ഉണ്ടല്ലോ, സെബീന ഡിഷ് വാഷ് പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് വെച്ചിട്ട് സിങ്ക് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. സാധാരണ വേഗുന്ന സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രബ്ബറിൽ കുറച്ച് ഈ ഒരു സിഫാക്കിയതിന് ശേഷം അതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമത് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി പാത്രം കഴുകി കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്ക്രബ്ബറിൽ നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാവുമല്ലോ, അതപ്പം തന്നെ നമ്മൾ സിങ്ക് ഒന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ട് വരില്ല കേട്ടോ. പിന്നെ സിങ്കിൻ്റെ കൂടെ തന്നെ പൈപ്പും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൈ ഒന്ന് ഓടിച്ച് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ സിങ്കും പൈപ്പും ഒക്കെ എപ്പോഴും ഇങ്ങനെ നല്ല വൃത്തിയായി തന്നെ കാണാൻ തന്നെ ഒരു ക്ലീൻ ആയിട്ടിരിക്കും. പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് സിങ്കും കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരിക്കും, പക്ഷേ പൈപ്പിൻ്റെ കാര്യം പരിതാപകരമാവും. പൈപ്പിന് ആരും ശ്രദ്ധ കൊടുക്കുമല്ലോ. പക്ഷേ അപ്പോൾ നമ്മൾ പൈപ്പും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും എന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പിന്നെ ഈ ഒരു ഹാർഡ് ക്ലീനർ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കും. അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനേ. പിന്നെ ഈ ഒരു ക്ലീനർ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പും ബേണേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഈ വാട്ടറിൻ്റെ സ്റ്റെയിൻസൊക്കെ ഉണ്ടാവും. ഹാർഡ് വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ കുഴൽ വെള്ളമൊക്കെ ഉള്ളവരുടെ നമ്മൾ പൈപ്പിലൊക്കെ, അപ്പോൾ അതൊക്കെ പോകാനൊക്കെ ഈ ഒരു ഹാർഡ് ക്ലീനർ യൂസ് ചെയ്യാം കേട്ടോ.
ഇനി സിങ്കിൻ്റെ ആ ഒരു ഡ്രെയിനിൻ്റെ ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഉരച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൽ നമ്മൾ ഒരു ടൈപ്പ് ബ്രഷ് ഉണ്ടല്ലോ, അതൊരിക്കലും സിങ്കിൻ്റെ മറ്റ് സ്റ്റീൽ ഭാഗത്ത് യൂസ് ചെയ്യരുത്. വര വീഴുന്നുണ്ട്. ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ച് വര വീണപ്പോഴാണ് പിന്നെ ഞാൻ നമ്മൾ സാധാ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ബൗളിൻ്റെ ഭാഗം ക്ലീൻ ആയിട്ടുണ്ട്. ബൗൾ മാത്രമല്ല ഡ്രെയിൻ ഏരിയയും ക്ലീൻ ആക്കി എടുക്കണം. എന്നാലാണ് ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ പ്രാണികളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രെയിനിൻ്റെ ഏരിയയിൽ ഒരു വലിയ സ്പൂണ് അപ്പസോഡ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസോളം നമ്മൾ വൈറ്റ് വിനെഗർ സുർക്കം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നത് കാണാം. പിന്നെ നമ്മൾ അതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം കേട്ടോ, തിളച്ച വെള്ളം ഒഴിച്ചു. പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ സിങ്കിൻ്റെ ആ ഏരിയ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ചിലത് സിങ്ക് നല്ല സ്മെല്ലുണ്ടാവും. അതായത് നമ്മൾ ഫിഷ് മീറ്റൊക്കെ അതിൽ നിന്ന് തന്നെ കഴുകി ഇതാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെ സ്മെല്ലുള്ളവരെന്താ വെച്ചാൽ ചെറുനാരങ്ങ, നമുക്ക് കുറച്ച് ചീത്തായി വരുന്ന ചെറുനാരങ്ങ എടുത്താലും മതി കേട്ടോ. ഫ്രഷ് എടുക്കണമെന്നില്ല. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പക്കാരം ഇടുമല്ലോ, ആ സമയത്ത് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പീസ് എടുത്ത് ഒഴിവാക്കി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ലൊരു സ്മെല്ലിങ് ആയിട്ടുള്ളൊരു സിങ്ക് ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ പിറ്റേന്ന് മോർണിംഗ് ഞാൻ നോക്കിയപ്പോൾ അതാ നമ്മൾ രാവിലെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചുടുന്നതൊന്നും എടുത്തിട്ടില്ല. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ സ്കൂളിൽ പോകാനുള്ളവരും ഷോപ്പിൽ പോകാനുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചുട്ട് കൊടുത്ത് എല്ലാവരും പറഞ്ഞ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചുട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ടും സെൻറ്റർ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെള്ളപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ മുട്ട റോസ്റ്റാണ് ചെയ്തത്. പിന്നെ വൈകുന്നേരമാണ് ഞാൻ കായപ്പത്തിൻ്റെ മാവ് എടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ അത് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് വിചാരിച്ചാണ്, ഓവർ പുളിക്കണ്ടെന്ന് കരുതിയിട്ട് മറന്നു പോയതാണ് കേട്ടോ. പക്ഷേ എന്തായാലും മാവ് ഓവർ പുളിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കായപ്പത്തിന് അത്യാവശ്യം നല്ല എണ്ണ വേണം, ഓയിൽ വേണം, എങ്കിലാണ് അത് മുങ്ങി പൊരിയുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഏതായാലും ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ബോളാക്കി എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ കയ്യിൽ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തള്ളവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ അതിനിടയിലൂടെയാണ് നമ്മൾ മാവ് ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്ര വലിയ ഒരു ബോൾ ഷേപ്പൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾസായി വരുന്നുണ്ട്. പിന്നെ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ മാവ് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കുക. എങ്കിലാണ് ഉൾഭാഗം വെന്തിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു കൂട്ടാം. അപ്പോൾ ഞാനൊരു സമയം 3 കായപ്പം ഒരുമിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ അത്രേ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം കായപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ബ്രൗൺ കളറായപ്പം കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പീസും അതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.